ഹലോ, ആദ്യ നയനത്തിന്റെ മറ്റൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദി എല്ലാവരും മുമ്പിൽ വെച്ച് ജലജയെ വഴക്ക് പറയുകയും ഇനി മേലാൽ നയനനെ ഒരു കാരണവശാലും നോവിക്കാൻ പാടില്ല എന്നും നയന ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ദേഷ്യപ്പെട്ട് ജലജയോട് സംസാരിക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ദേവേനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സന്തോഷമായിട്ട് മുത്തശ്ശിക്കും അതുപോലെ തന്നെ ജാനകിക്കൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ആദ്യം ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നയിക്കാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നവ്യക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമാവുന്നുണ്ട്. നമ്മുടെ ആബിക്ക് നല്ല ദേഷ്യമാവുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നയനെ ഓർക്കാണ്, ഈശ്വര എന്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കിയല്ലോ എന്ന് ഓർക്കാണ്. എന്നിട്ട് ജലജയോട് ആദി പറയുന്നുണ്ട്, അന്ന് നിങ്ങൾ നിങ്ങളുടെ മകനും കാരണമാണ് എന്റെ നയനെയാണെങ്കിൽ ഈ ഒരു അബദ്ധത്തിൽ ഒന്ന് ചാടേണ്ടി വന്നത്. നിങ്ങളുടെ മകൻ എന്റെ ഭാര്യയാകേണ്ടിയിരുന്ന പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് കല്യാണ മണ്ഡപത്തിൽ നിന്നും പോയി. ആ സമയത്ത് നിങ്ങളാണല്ലോ ചെന്നിട്ട് അവളോട് പറഞ്ഞത് മുഖം മൂടിയിട്ട് അങ്ങോട്ടേക്ക് വരാൻ, മുഖം മറച്ചു വരാൻ പറഞ്ഞത്. അങ്ങനെ അവൾ മുഖം മറച്ചു വന്നു. എങ്കിലും കല്യാണ സമയത്ത് തന്നെ അവൾ അവളുടെ മുഖം ഉയർത്തിക്കാട്ടി. അവൾ അവളുടെ സത്യസന്ധത പാലിച്ചു. പക്ഷെങ്കിൽ എല്ലാവരോടും ചേർന്ന് അവളെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചതാണ്. അതുകൊണ്ട് അവളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്നൊക്കെ എങ്ങനെ ആദ്യം എല്ലാവരും മുമ്പിൽ വെച്ച് ജലജനെ വഴക്ക് പറയുന്നുണ്ട്. ഇനി മേലെ ഈ വീട്ടിൽ ആരും ഈ കാര്യം പറഞ്ഞിട്ട് നയനേനെ കുറ്റപ്പെടുത്താൻ പാടില്ല, അത് ലാസ്റ്റ് വാണിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ആദ്യം ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറിപ്പോന്നു. ഈ സമയത്ത് നയനയ്ക്ക് ഇത് കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അപ്പം ജാനകി ഈശ്വര ആദ്യം മനസ്സിൽ മഞ്ഞുരുക്കി തുടങ്ങിയിട്ടുണ്ട്, ഇനി എന്തായാലും നയനോട് ഇഷ്ടപ്പെടും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ അവളിങ്ങനെ ആലോചിക്കുകയാണ്. നയന അപ്പോൾ തന്നെ ഓടി പോകുന്നത് നയനയുടെ ആ സ്റ്റോർ റൂമിലുള്ള ആ ഒരു വിഗ്രഹത്തിന്റെ അടുത്തേക്കാണ് കേട്ടോ. അങ്ങോട്ടേക്ക് ചെന്നിട്ട് നയന ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ, എന്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കിയല്ലോ. ഇത്രയും നാളെ ഞാനിവിടെ വന്നിട്ട് കഷ്ടപ്പെട്ടത് മുഴുവനും ഇതിനു വേണ്ടിയിട്ടായിരുന്നു. എന്റെ ഭർത്താവ് എന്റെ സത്യസന്ധത മനസ്സിലാക്കാനും ഞാൻ ഒരു തെറ്റുകാരിയല്ലെന്ന് മനസ്സിലാക്കാനും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനും വേണ്ടിയിട്ട് ഇത്രയും കാലം ഞാനൊന്ന് കൊതിച്ചു. അതിന് അവസരം ഉണ്ടാക്കി തന്നതിന് ദൈവത്തിനോട് ഒരുപാട് നന്ദി ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഈ കണ്ണീര് കൊണ്ട് ഞാൻ നിനക്ക് നന്ദി പറയുകയാണ്, എനിക്ക് മറ്റൊരു മാർഗവും ഇല്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, എന്റെ ഭർത്താവ് എന്നെ സ്വീകരിക്കണം, ഭാര്യയായിട്ട് എന്ന് സ്വീകരിച്ച് എന്നെ കൂടെ തന്നെ കൂട്ടണം, അതുപോലെ ജീവിതകാലം മുഴുവനും ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനും നീ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈശ്വരനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആദ്യം ഇങ്ങനെ മുകളിലോട്ട് പോയതുകൊണ്ട് തന്നെ നയനയും പുറകെ മുകളിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ദേവയാനി സ്പീഡിൽ ആതിര മുറിയിലേക്ക് പോകുന്നു. അല്ല, എന്താ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും എന്തുദ്ദേശം, എന്താ അമ്മയെ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവയാനി പറയുകയാണ്, അല്ല താഴെ വെച്ച് നീ നയനോട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കണ്ടല്ലോ. രാവിലെ ആണെങ്കിൽ ഞാൻ അവളുടെ വീട്ടിൽ പോവണ്ട എന്ന് പറഞ്ഞിട്ട് നീയാണ് പറഞ്ഞത് അവള് വീട്ടിൽ പോട്ടെ, അവളെ എന്നിട്ട് അവളെ നീ ഡ്രോപ്പും ചെയ്ത് വിട്ടു, അവളെ നീ മത്സരത്തിന് കൊണ്ടുപോകുന്നു, അവിടെ കൊണ്ടുപോകുന്നു, ഇവിടെ കൊണ്ടുപോകുന്നു. അല്ല, നിന്റെ ഉദ്ദേശം എന്താ? അവളും അവളുടെ വീട്ടുകാരും ചെയ്ത ക്രൂരതകളൊക്കെ നീ മറന്നുപോയോ? മറന്നുപോയിട്ട് നിനക്ക് എന്താ നയനോട് വല്ല പ്രണയം തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴേക്കും അമ്മ എന്തൊക്കെയാ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അല്ല, എനിക്ക് അങ്ങനെ തോന്നുകയാണ്, ഇന്നിപ്പോ നിന്റെ താഴത്തെ പെർഫോമൻസ് അങ്ങനെ ആയിരുന്നല്ലോ, നീ ഇന്നേ വരെ ഇവിടുത്തെ ആരോടും ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. ഇപ്പൊ ജലജയോട് പോലും നീ മോശമായിട്ട് സംസാരിച്ചു. നയനെ മേലെ വഴക്ക് പറയില്ലെന്നും പറഞ്ഞ് എന്തൊക്കെയാ നീ അവിടെ കിടന്ന് പറഞ്ഞത്? ജലജന വായടച്ചു പോയല്ലോ. അപ്പൊ എന്താ നിന്റെ മനസ്സിൽ, നിനക്ക് അവളുടെ പ്രണയം തുടങ്ങിയോ എന്നൊക്കെ ആദ്യയോട് ചോദിക്കുമ്പോൾ ആദ്യം പറഞ്ഞ അമ്മ അത് അങ്ങനൊന്നും അല്ല, നയന ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നമുക്കെല്ലാം മനസ്സിലായ കാര്യമില്ലെന്ന് ചോദിക്കുമ്പോൾ ദേവേനെ ചോദിക്കുകയാണ്, ഓഹോ അപ്പൊ അങ്ങനെയായല്ലേ, അപ്പൊ അവള് തെറ്റിയിട്ടില്ലെങ്കിൽ അവളെ സ്വീകരിക്കാനാണോ നിന്റെ തീരുമാനം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ആ റൂമിന്റെ വാതിക്കെ കയറി വന്ന നയന ഇങ്ങനെ കഥവിന് പുറകിൽ നിന്ന് കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആദ്യം പറയാണ്, അമ്മേ അങ്ങനെയൊന്നും അല്ല എന്ന് പറയുമ്പോഴേക്കും ദേവേനി പറയുന്നു, നീ ഓർക്കുന്നുണ്ടോ അവളുടെ അമ്മ ഇവിടെ വന്ന് കാണിച്ച പെർഫോമൻസ് ഒക്കെ കോടീശ്വരിയാണെന്നും പറഞ്ഞ് ഇവിടെ വന്ന് നവ്യം കൊണ്ട് വന്ന് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്, എന്നിട്ട് കള്ളത്തരം പറഞ്ഞൊരു വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു, കള്ളത്തരം കാണിക്കുന്നു, എന്തൊക്കെയാ ഇവർ ചെയ്തത്, അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് നീ മറന്നുപോയോ? എന്നിട്ട് മണ്ഡപത്തിൽ വെച്ച് അവരുടെ ഇളയ മോളെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും മോളെ ഈ വീട്ടിലേക്ക് കയറ്റി സ്വത്തുക്കൾ മൊത്തം അടിച്ചു മാറ്റാൻ അവരുടെയൊക്കെ പ്ലാന്, അതൊക്കെ നീ മറന്നുപോയോ? അവർ ചെയ്ത ദ്രോഹവും നമ്മളോട് ചെയ്ത വഞ്ചനയൊക്കെ മറന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നെന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറയണം, അമ്മ അതൊന്നും അല്ല, ഞാനിപ്പോഴും നയനെ സ്നേഹിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും നയന ഇങ്ങനെ കണ്ണു മിഴിച്ചിങ്ങനെ അത് കേട്ട് ഇങ്ങനെ ചങ്ക് പൊട്ടി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആദ്യം പറയാണ്, അമ്മ എന്റെ മനസ്സിൽ അവൾക്ക് ഉള്ള സ്ഥാനം എന്ന് പറഞ്ഞത് ഈ വീട്ടിലെ മൂന്നാമത്തെ ഒരാൾ അത്രയേ ഉള്ളൂ, അല്ലാതെ എനിക്ക് അവളോട് മറ്റൊരു അട്രാക്ഷനും ഇല്ല എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, അവൾ എന്നും എന്റെ വീട്ടിൽ വന്നൊരു ഗസ്റ്റ് മാത്രമായിരിക്കും, എന്റെ റൂമിൽ എന്റെ കൂടെ കഴിയുന്ന ഒരു ഗസ്റ്റ്, അതല്ലാതെ എന്റെ മനസ്സിൽ അവൾക്ക് മറ്റൊരു സ്ഥാനവും ഞാൻ നൽകിയിട്ടില്ല എന്ന് പറയുന്നു. ദേവയാനി, എനിക്ക് നിന്നെ വിശ്വസിക്കാലോ, ഏതൊരു അവസരം കിട്ടിയാലും അവളെ ഈ വീട്ടിൽ അടിച്ചു പുറത്താക്കണം, അത്രയുമായിരിക്കണം നിന്റെ മനസ്സിലെ ചിന്ത എന്നും പറഞ്ഞിട്ട് ദേവയാനി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ആദ്യമാണെങ്കിൽ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ. കാരണം ആദ്യം മനസ്സിൽ നല്ലൊരു ചെറുതായിട്ട് ഇഷ്ടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ദേവയാനിയെ പിണക്കണ്ട എന്നും കരുതിയിട്ടാണ് ആദ്യം അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇതെല്ലാം കേട്ടുകൊണ്ട് ആകെപ്പാടെ തകർന്നടിഞ്ഞ അവസ്ഥയിൽ നയന ഇങ്ങനെ അവിടെ നിൽക്കാൻ കേട്ടോ.
നയന അപ്പോൾ തന്നെ ഓടി ഇറങ്ങി ആ പൂജാമുറിയിലേക്ക് പോകുന്നു. ആ സ്റ്റോർ റൂമിലേക്ക് പോയി ആ വിഗ്രഹത്തിനടുത്തേക്ക് ചെന്നിട്ട്, ഈശ്വര, ഞാൻ മനസ്സ് നിറഞ്ഞ് നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞിട്ടല്ലേ പോയത്, അതിനുവേണ്ടി മാത്രം നീ എന്നെ കേൾപ്പിച്ച് കളഞ്ഞല്ലോ എന്നിങ്ങനെ പറയുകയാണ്. എന്റെ മനസ്സ് കുറച്ചു മുമ്പേ എന്തുമാത്രം സന്തോഷം എന്നറിയാവോ. എന്റെ ഭർത്താവ് എന്നെ സ്വീകരിച്ചു, എന്റെ തെറ്റുകൾ എന്റെ തെറ്റില്ല എന്ന് മനസ്സിലാക്കി എന്നെ സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എത്രമാത്രം സന്തോഷിച്ചുകൊണ്ടാ മുകളിലോട്ട് പോയത്. ഒരു നിമിഷം പോലും ആ ഒരു സന്തോഷത്തിന് ആയുസില്ലായിരുന്നല്ലോ. അവിടെ ചെന്നപ്പോ ഞാൻ എന്റെ ഭർത്താവിന്റെ വായിൽ നിന്ന് കേട്ടു, ഞാനൊരു വിരുന്നുകാരിയാണ്, ഞാനൊരു മൂന്നാമത്തെ മനുഷ്യ മാത്രമാണ്, അദ്ദേഹത്തിന് എന്നെ ഭാര്യയായിട്ട് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന്. പിന്നെ എന്തിനാ ഈശ്വരൻ ഞാൻ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് നയന ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജാനകി വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, എന്തിനാ നയന നീ കരഞ്ഞത്? ആദ്യം നിന്നെ സപ്പോർട്ട് സംസാരിച്ചൊക്കെ കേട്ടില്ലേ, നിന്നെ ഇപ്പൊ അവൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും, ഇല്ല ചെറിയമ്മേ, അതൊക്കെ ആദ്യമായിട്ട് വെറും അഭിനയമായിരുന്നു എന്ന് പറയുമ്പോൾ, നീ എന്താ മോളെ പറയുന്നത്, ആദ്യം നല്ലവനാ, അവൻ അങ്ങനൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ, അല്ല ഞാൻ കേട്ടതാ, ഞാൻ മേളിലേക്ക് പോയ സമയത്ത് ദേവയാനി അമ്മ ആദ്യോട് ചോദിക്കുകയാണ്, നിനക്കിപ്പോ അവളുടെ പ്രേമം തുടങ്ങിയോ, അവർ ചെയ്ത ദുഷ്ടത്തിലൊക്കെ മറന്നുപോയെന്ന് ചോദിച്ചപ്പം ആദ്യമായിട്ടും പറയുക, ഒരിക്കലുമില്ല, അവളെ ഞാൻ ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിക്കുകയോ അവളെ സ്നേഹിക്കുകയോ ഇല്ല, ഞാനിപ്പോ അവളെ വെറും ഒരു ഗസ്റ്റായിട്ട് മാത്രമാണ് കാണുന്നത്, ഒരു മൂന്നാം മനുഷ്യ മാത്രമായിട്ട് കാണുന്നെന്ന് പറയുന്നു. ചെറിയമ്മ, ഞാൻ പിന്നെ എന്തിനവിടെ നിൽക്കുന്നത്, ഞാൻ ഇവിടുന്ന് പോവാന്ന് പറയുമ്പോഴേക്കും ജാനകി പറയാണ്, ഇല്ല നയന, അത് നീ ഒരിക്കലും ചെയ്യരുത്, നീ ഈ വീട്ടിലേക്ക് കയറി വന്ന മരുമകളാണ്, ആദ്യയുടെ ഭാര്യയാണ്, അതെന്നായാലും അവൻ അംഗീകരിച്ചേ പറ്റുള്ളൂ, നീ കുറച്ചുകൂടെ ക്ഷമിക്ക്, ദൈവം നിനക്ക് തരുന്ന പരീക്ഷണമായിരിക്കാം ഇതൊക്കെ, അതുകൊണ്ട് എന്റെ മോളെ കുറച്ചൊന്ന് ക്ഷമിക്ക്, ഇതൊക്കെ നേർവഴിയിലേക്ക് എത്തും, ഈ ചെറിയമ്മയല്ലേ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് നയനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നയന പറയാണ്, മൂന്നാമത്തെ മനുഷ്യയാണെങ്കിൽ എങ്ങനെ പെരുമാറുമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക് ദേഷ്യപ്പെട്ട് നയനെ പോവാണ്. അപ്പോഴേക്ക് അത് കാണുന്ന ജാനകിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം വന്ന് ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോഴേക്കും നയന ഇങ്ങനെ വിളമ്പി കൊടുത്തിട്ട് ദേഷ്യപ്പെട്ട് വിളമ്പി കൊടുക്കുകയാണ്. അപ്പൊ ആദ്യം ഓർക്കുന്നു, ഇവക്ക് ഇത് എന്ത് പറ്റി, ഇവളെന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നയന അവിടെ ഇരുന്ന് കഴിക്കുന്ന അനിയോട് ചോദിക്കുകയാണ്, അല്ല അനി, ഈ മൂന്നാമതൊരു എല്ലാം ഒരാൾ ചെയ്തു കൊടുത്തു, ഒരു ഭർത്താവിന് ഭാര്യ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവൾ വെറും ഒരു മൂന്നാമത്തെ മനുഷ്യൻ മാത്രമാണ് എനിക്കെന്ന് പറയുമ്പോൾ അവളുടെ വേദന എങ്ങനെ ഉണ്ടായിരിക്കും, നീ അതിനെ കുറിച്ചൊരു കവിത പറഞ്ഞു എന്ന് പറയുകയാണ്. കവിതയോ, ഇവൾ എന്തൊക്കെയായി പറഞ്ഞത്? അപ്പൊ ചോദിക്കുകയാണ്, ദേവിയെ അമ്മയോട് ഞാൻ സംസാരിച്ച കാര്യമില്ല കേട്ട് കാണോ? അതിന് സാധ്യതയില്ല എന്നൊക്കെ ഇങ്ങനെ ആദ്യം മനസ്സിൽ കരുതുന്നുണ്ട്. അപ്പൊ ചെറിയച്ചൻ പറയാണ്, പാടനി പാട് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പൊ അനി കവിത ഇങ്ങനെ പറയുകയാണ്, അത്രയ്ക്കും വലിയ മോശപ്പെട്ട മനുഷ്യൻ ഈ ലോകത്ത് തന്നെ കാണില്ല, ഭാര്യ അംഗീകരിക്കാത്തവൻ ഒരു മണ്ടനാണ്, അവൻ ആ ഒരു സാമ്പാറും ദോശയും എല്ലാം വലിച്ചു കയറി തിന്നിട്ട് അവളെ കുറ്റം പറയുന്നത് അവനൊരു വൃത്തികെട്ടവനാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും ആദ്യം വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. ആകെപ്പാടെ പൊരിഞ്ഞ അവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ രാത്രിയിലേക്ക് കിടക്കാൻ പോകുന്ന സമയത്താണെങ്കിലും ആ ഒരു അലമാരയുടെ ഡോർ ഓപ്പൺ ആവുന്നില്ല. ഞാൻ ഇങ്ങനെ അത് വലിക്കുന്ന സമയത്ത് ആദ്യം ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ, എനിക്ക് ആരുടെ ഹെൽപ്പ് വേണ്ട, മൂന്നാമത് മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഞാൻ എടുത്തു തരാന്ന് പറയുമ്പോൾ, വേണ്ടാന്നല്ലേ പറഞ്ഞത്, അങ്ങോട്ട് മാറി നിൽക്കിയെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ തുറന്ന് പായും തലാണിയൊക്കെ എടുക്കുകയാണ്, ബെഡൊക്കെ എടുക്കുന്നു. അപ്പോഴേക്കും എന്റെ മണ്ടയ്ക്കിരുന്ന തലകാണി ആദ്യം എടുത്തു കൊടുക്കുമ്പോൾ, എനിക്ക് ആരുടെ ഹെൽപ്പിന്റെ ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് നയന പറയുകയാണ്, നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ കരുതി നിങ്ങൾക്ക് എന്നോട് സ്നേഹമായിരിക്കുമെന്ന്, പക്ഷെ നിങ്ങൾ എന്നെ അങ്ങനല്ലോ കരുതുന്നത്, വെറും ഒരു ഗസ്റ്റ് ആയിട്ടല്ലേ കരുതുന്നത്, വെറും മൂന്നാമത്തെ ഒരു മനുഷ്യനായിട്ടല്ലേ കരുതുന്നത്, നിങ്ങളുടെ മനസ്സിൽ എനിക്ക് യാതൊരു സ്ഥാനവും ഇല്ലല്ലോ, അപ്പൊ പിന്നെ എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട, ഒരു കാര്യത്തിൽ എന്നെ സഹായിക്കാനും വരണ്ട എന്നും പറഞ്ഞിട്ട് നയന കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ പോയി കിടക്കുകയാണ്. അപ്പോഴേക്കും ആദ്യം ചോദിക്കുകയാണ്, ഇവക്ക് ഇതെന്താ പറ്റിയത് നയന, എന്താ കാര്യം എന്ന് പറയുമ്പോൾ ഒന്നും ഇല്ലെന്നും പറഞ്ഞിട്ട് നയന കരഞ്ഞുകൊണ്ട് കിടക്കുന്നു. അപ്പൊ ആദ്യം പറയാണ്, ഞാനും കിടക്കാൻ പോവാ, എനിക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ആദ്യ പോയി കട്ടിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പൊ നയനെ കരഞ്ഞോണ്ടേ കിടക്കുകയാണ്. കുറെ നേരം കഴിയുമ്പോൾ ആദ്യക്ക് നല്ല ഇക്കിള് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം ഇങ്ങനെ എണീച്ച് നിൽക്കുകയാണ്. ആദ്യം എഴുന്നേക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ സ്പീഡിൽ ഇങ്ങനെ ഇക്കിള് വന്നുകൊണ്ടേ ഇരിക്കുന്നു. പെട്ടെന്ന് നയനെ ചാടി എഴുന്നേറ്റ് ചെന്നിട്ട് വെള്ളം എടുക്കുകയാണ്. അപ്പോഴേക്കും ആദ്യം ചോദിക്കുന്നു, മൂന്നാമത്തെ മനുഷ്യ തരുവാണെന്ന് പറഞ്ഞാണോ തരുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അങ്ങനൊന്നും കരുതിയിട്ടില്ല, ഈ വെള്ളം പിടിക്കുക, നിങ്ങൾക്കല്ലേ അങ്ങനെയൊക്കെയുള്ള ചിന്ത എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം നയന ഇങ്ങനെ കൊടുക്കുകയാണ്. ആദ്യം കുടിച്ചു കഴിയുമ്പോഴേക്കും നയനയ്ക്ക് ചെറിയൊരു സങ്കടം ഉണ്ട്, ആദ്യം ഇങ്ങനെ വയ്യാതൊക്കെ ഇരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു കുപ്പി ബോട്ടിൽ തിരിച്ചട വെച്ചിട്ട് നയന പോയി കിടന്നുറങ്ങാണ്. അപ്പോഴേക്കും ആദ്യം ഇങ്ങനെ അവളെ തന്നെ നോക്കി കിടക്കാണ് കേട്ടോ. അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഇവള് കേട്ട് കാണോ, അതുകൊണ്ടായിരിക്കോ എന്നൊക്കെ മനസ്സിലാലേക്കാണ്. ശരിക്കും ആദ്യം മനസ്സ് തട്ടിയല്ല കേട്ടോ അങ്ങനെയൊന്നും പറഞ്ഞത്, അമ്മേനെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പൊ നയനയ്ക്ക് അത് ഫീൽ ചെയ്യുന്നുള്ള കാര്യം ആദ്യം മനസ്സിലാവുന്നുണ്ട്. ഇതുപോലുള്ള അപ്കമിങ്ങുള്ള റിവ്യൂസ് നമ്മുടെ ചാനൽ എപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് അത്രയ്ക്ക് അത്യാവശ്യമാണ് കേട്ടോ.